ഓക്കെ മക്കളപ്പോൾ CWSന്റെ റിവിഷന്റെ ഭാഗമായിട്ട് ഓരോ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ റിവിഷൻ തരുന്നുണ്ട്. ഞാൻ ഇന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ടാൻജൻസ് ആണ്. ഓക്കെ, മാത്സിലെ ടാൻജൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കറിയാം സർക്കിൾസ് ടാൻജൻസ് ആണ് ജോമെട്രിയിൽ വരുന്ന രണ്ട് ചാപ്റ്റേഴ്സ്. ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നാനുള്ള കാരണം. ഇതിൽ കൂടുതലും പ്രോബ്ലമാറ്റിക് അല്ലാണ്ട് നമുക്ക് കുറച്ച് പ്രൂഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആംഗിൾ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഓൾറെഡി നിങ്ങൾ ആ ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു വൺ റിവിഷൻ നിങ്ങൾ ആ ക്ലാസ്സുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ റെക്കോർഡഡ് വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളെല്ലാം ഈ ഒരു ചാപ്റ്ററിൻ്റെ തിയറംസ് കറക്റ്റായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടെന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, അത് മനസ്സിലാക്കിയവർ ഇപ്പോൾ മുതൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോസ് മൊത്തത്തിൽ ഇരുന്ന് കാണാം. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് ക്ലിയർ ആയിട്ട് അറിയാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഈ വീഡിയോ പോസ് ചെയ്യുക, ഡയറക്റ്റ് നേരെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ തിയറംസും ഒന്നും കൂടി എന്ത് ചെയ്യുക, ശരിക്ക് റിവൈൻഡ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഫിഗേഴ്സ് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ക്ലാരിറ്റിയോടെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ടാൻജൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും നോക്കിയോ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 28 സെൻറ്റിമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ ഇസ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കൊരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ ഒരു ഫിഗർ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ആൻസറിനെ കുറിച്ച് ചിന്തിക്കാനോ ബുദ്ധിമുട്ടാനോ ഒന്നിനും പോകണ്ട. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഫിഗർ വരക്കാന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് ഒരു സർക്കിൾ എന്ത് ചെയ്തു, വരച്ചു. കാരണം ഇവിടെ ഇൻസർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇൻസർക്കിളിൻ്റെ റേഡിയസ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2 റേഡിയസ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ 3 സൈഡും കൂടി ആഡ് ചെയ്താണ് പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ എത്രയാണ്, 28 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ ഫിഗറും വരച്ചു. ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ അല്ലേ, റേഡിയസ് ഓഫ് സർക്കിൾ എത്രയാണ്, 2. ആ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടു, മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആലോചിക്കാൻ നമുക്ക് തന്നിട്ടുള്ളത് ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും ഇൻ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം, 2 റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, 3 പെരിമീറ്ററും നമുക്ക് തന്നിട്ടുണ്ട്. ഇവരെ 3 പേരും കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല നമ്മൾ ടാൻജൻസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ആ ഫോർമുല? ഏരിയ A is equal to R into S, അല്ലെങ്കിൽ നിങ്ങൾ R is equal to A/S, ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുലയായിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏരിയ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഏരിയ ഇസ് ഈക്വൽ ടു R into S. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ ഇൻറ്റു സെമി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പെരിമീറ്ററും തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. സെമി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, പെരിമീറ്ററിൻ്റെ ഹാഫ് എടുത്ത് കഴിഞ്ഞാൽ സെമി പെരിമീറ്റർ ആയി. പെരിമീറ്റർ 28 ആണ്, ഹാഫ് എന്ന് പറയുമ്പോൾ by 2 എത്രയാണ്, 14. സോ എസ്സും കിട്ടി, ഓൾറെഡി R എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഏരിയ ഈസ് ഈക്വൽ ടു R into S ആണ്. R 2 ആണ്, ഇൻറ്റു S എത്രയാണ് നമുക്ക് കിട്ടിയത്, 14 ആണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു 14 into 2 എത്രയാണ്, 28. സോ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയും എത്ര തന്നെയാണ്, 28 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് PT and PS ആർ ദി ടാൻജൻസ് ഓഫ് ദി സർക്കിൾ വിത്ത് സെൻറ്റർ at O ആൻഡ് ആംഗിൾ SPT is equal to 60 ഡിഗ്രി. ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ആ ഫിഗറിലേക്ക് കണ്ട് മാർക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ PT-യും PS-ഉം ടാൻജൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ടാൻജൻസ് നമുക്ക് ഇവിടെ കാണാം. P ആണ് എക്സ്റ്റേണൽ പോയിന്റ്, PT ഫസ്റ്റ് ടാൻജൻറ്റ്, PS താഴെയുള്ളത് സെക്കൻഡ് ടാൻജൻറ്റ്. സർക്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ O എന്ന് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ SPT ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ആംഗിൾ SPT ഇവിടെ നമുക്ക് കാണാം, ഇതാണ് ആംഗിൾ SPT അല്ലേ. അപ്പോൾ ഈ ആംഗിൾ SPT നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്, 60 ആണ്. അപ്പോൾ ഞാനിവിടെ 60 ഡിഗ്രീന്ന് എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്താണ് 2 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ SOT വിച്ച് ഇസ് SOT ഏതാ, ഈ സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 2 ടാൻജൻസ് മേക്ക് ചെയ്യുന്ന ആംഗിളും 2 റേഡിയസ് മേക്ക് ചെയ്യുന്ന ആംഗിളും ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. SPTO ക്വാഡ്രിലാറ്ററൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 180 കിട്ടും. ഇവർ സപ്ലിമെൻ്ററി ആണ്.
സോ ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആർ സപ്ലിമെന്ററി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ പിന്റെ അവിടെയുള്ള ആംഗിളും ഓന്റെ അവിടെയുള്ള ആംഗിളും സപ്ലിമെന്ററി ആണ്. അതായത് ആംഗിൾ പി പ്ലസ് ആംഗിൾ ഒ 3 ലെറ്ററിൽ തന്നെ എഴുതണം. ഞാനിപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ആംഗിൾ പി പ്ലസ് ആംഗിൾ ഒ എന്ന് എഴുതാണ്. അപ്പോൾ ആംഗിൾ പി പ്ലസ് ആംഗിൾ ഒ ഇസ് ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രിയാണ്. കാരണം അവരെന്താണ്? സപ്ലിമെന്ററി ആണ്. വിച്ച് മീൻസ് അവർ സം ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പം അതിൽ ആംഗിൾ പി അതാണ് SPT തന്നേക്കണം നമുക്ക്. എത്രയാണ്? 60 ആണ്. ആംഗിൾ ഓനാണ് നമ്മൾ SOT എന്ന് വിളിക്കുന്നത്. ഇസ് ഈക്വൽ ടു 180. സോ 60 ഇപ്പുറം കൊണ്ടുവന്നാൽ ആംഗിൾ SOT ഇസ് ഈക്വൽ ടു 180 മൈനസ് 60 വിച്ച് ഇസ് 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. എത്രയാണ്? 120 ഡിഗ്രി ആണ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ POT. ഏതാണ് POT? POT ദെൻ അവിടെ റെഡിൽ മാർക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ട POT. ഈ മുകളിലെ ആംഗിൾ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ആ ഫുൾ ആംഗിളാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എന്ത്? 120 അല്ലേ? അപ്പോൾ ഈ നടുക്ക് കൂടി പോയിരിക്കുന്ന ലൈൻ, അതായത് PO എന്ന് പറഞ്ഞ ലൈൻ നമ്മുടെ SOT എന്ന് പറയുന്ന ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യൂലേ? അത് ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ? സോ ആംഗിൾ POT ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ SOT. SOTയുടെ ഹാഫ് ആയിരിക്കും POT. സോ ഹാഫ് ഇൻറ്റു SOT എത്രയാണ്? 120. ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. അപ്പോൾ POT എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ റെഗുലർ ആയിട്ട് ടാൻജൻസിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവരുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് തന്നേക്കണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ PQR. ട്രയാങ്കിളുടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ടച്ചസ് ദ സർക്കിൾ അറ്റ് ദ പോയിന്റ്സ് A, B ആൻഡ് C. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ടാൻജൻസിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് സർക്കിൾസിൻ്റെ ഫിഗർ തന്നിട്ടുണ്ടെങ്കിലും ഫിഗറിനായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ ഫിഗറിൽ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞേക്കണത് ട്രയാങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ കണ്ടു. ട്രയാങ്കിളിൻ്റെ സൈഡ്സ് സർക്കിളിന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതും നമ്മൾ കണ്ടു. ടച്ച് ചെയ്ത പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട് A, B ആൻഡ് C. ആ 3 പോയിന്റ്സും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, ഇനി PQ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല, അപ്പം നമുക്ക് മാർക്ക് ചെയ്യാം. PQ ഈ സൈഡല്ലേ PQ, ഇതെത്രയാണ്? 10 മാർക്ക് ചെയ്തു. ഇനി BR 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് BR? ഫുള്ളില്ല അല്ലേ? ഇത്രയേ ഉള്ളൂ. BR എന്താണ്? 4 ആണെന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് CR. CR എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ തിയറം നിങ്ങളെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ തിയറം കൃത്യമായിട്ട് പഠിച്ച ആൾക്കാരാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. എന്തായിരുന്നു തിയറം? ഒരു എക്സ്റ്റേണൽ പോയിന്റ് എന്ന് വരക്കുന്ന 2 ടാൻജൻസ് അല്ലേ? എക്സ്റ്റേണൽ പോയിന്റ് നമുക്ക് 2 ടാൻജൻസേ വരക്കാൻ പറ്റുള്ളൂ. ഈ 2 ടാൻജൻസ് എന്തായിരിക്കും? സെയിം ലെങ്ത് ആയിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 6 എക്സ്റ്റേണൽ പോയിന്റ് ഞാൻ അവിടെ റെഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരക്കുന്ന 2 ടാൻജൻസ് ആണ് CRഉം BRഉം അല്ലേ? അപ്പൊ ഈ 2 ടാൻജൻസും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ അതിവിടെ എഴുതിയാൽ പോരെ നമുക്ക്. BR ഇസ് ഈക്വൽ ടു CR. BR എത്രയാണ്? 4. അപ്പൊ CRഉം എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇത് എഴുതുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതിന്റെ റീസണും കൂടി എഴുതിയേക്കാം. ഓക്കെ, എന്താണ് റീസൺ? 2 tangents drawn from external point are equal. അല്ലേ? ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരക്കുന്ന 2 ടാൻജൻസ്. അത് നമുക്ക് നമ്മളതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ കാര്യം ടെക്സ്റ്റിലുള്ള അതേ തിയറം തന്നെ എഴുതണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല. നമ്മളായിട്ട് മനസ്സിലാക്കിയ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ CRഉം BRഉം ഈക്വൽ ആണ്. രണ്ടും എത്രയാണ്? 4 ആണ്. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് QB പ്ലസ് PC? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. QB പ്ലസ് PC ആണ് ചോദിച്ചിരിക്കുന്നത്. QB കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, PCയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എവിടെയാണ് QB. ഇതാണ് QB. ഓക്കെ, ഇനി PC എവിടെയാണ്? ഇതാണ് PC അല്ലേ?
രണ്ടുപേരും ഒരു കണക്ഷൻ ഇല്ലാണ്ട് രണ്ടറ്റത്ത് കിടക്കുന്ന ടാൻജൻസ് ആണ് അല്ലേ. ക്യൂബിയും ക്യൂബിയും പി സിയും ഇവർ ഓരോന്ന് സെപ്പറേറ്റ് കണ്ടുപിടിക്കണോ? വേണ്ട, ഇവർ രണ്ടുപേരും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും അത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പം അതിന് ഇവർ രണ്ടുപേരും നമുക്കറിയില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടി എത്ര കിട്ടും നമുക്കറിയില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇവരായിട്ട് കണക്ഷനുള്ള വേറൊരു ടാൻജൻറ്റ് ഉണ്ടാവും, അവരെ കണ്ടുപിടിക്കലാണ്. ആരാണ് ഇവരായിട്ട് കണക്ഷനുള്ള ടാൻജൻറ്റ്? ഇത് ക്യൂബിനായിട്ട് കണക്ഷനുള്ള ടാൻജൻറ്റ് അല്ല മോനെ, ക്യൂ എന്ന് പറയുന്ന എക്സ്റ്റേണൽ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ടാൻജൻസ് അല്ലേ. ക്യൂബിയും ക്യൂ എയും ഈക്വൽ ആണ്. അതേപോലെ തന്നെ പി സിനായിട്ട് കണക്ഷനുള്ള ടാൻജൻറ്റ് അല്ലേ പി എന്ന് പറഞ്ഞ രണ്ട് ടാൻജൻസ് അല്ലേ പി സിയും പി എയും. അപ്പം ഇവർ രണ്ടുപേരും ഈക്വൽ അല്ലേ. ഞാൻ എഴുതി ക്യൂ ബി ഇസ് ഈക്വൽ ടു ക്യൂ എ. അതിനോടൊപ്പം തന്നെ പി സി ഇസ് ഈക്വൽ ടു പി എ. എന്താണ് റീസൺ? നമ്മൾ നേരത്തെ എഴുതിയ അതേ റീസൺ. എക്സ്റ്റേണൽ പോയിന്റ് എന്ന് പറയുന്ന രണ്ട് ടാൻജൻസ് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി ഈ ക്യൂ ബി പ്ലസ് പി സിയും ക്യൂ എ പ്ലസ് പി എയും സെയിം അല്ലേ? രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇവർ ആഡ് ചെയ്താലും സെയിം അല്ലേ? അപ്പം ഞാൻ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്തപ്പോൾ ക്യൂ ബി പ്ലസ് പി സി ഇസ് ഈക്വൽ ടു ക്യൂ എ പ്ലസ് പി എ എന്ന് എഴുതി. ഇനി പറ, ക്യൂ എയും പി എയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? പി ക്യൂ കിട്ടൂലേ? ആ പി ക്യൂ ഓൾറെഡി തന്നിട്ടില്ല, എത്രയാണ്? 10 ആണ്. അപ്പോൾ ക്യൂ ബി പ്ലസ് പി സി ഇസ് ഈക്വൽ ടു എന്തെന്നായി? പി ക്യൂ എന്നായി. ഓക്കെ, ഇനി പി ക്യൂ എത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ മാർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 എന്ന് കൊടുത്താൽ ക്യൂ ബി പ്ലസ് പി സി എത്രയാണ്? 10 ആണെന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്യൂബ് എത്രയാണെന്ന് ചോദിച്ചാൽ അറിയില്ല, പി സി എത്രയാണെന്ന് ചോദിച്ചാലും അറിയില്ല. പക്ഷെ രണ്ടുകൊണ്ട് കൂട്ടിയാൽ എത്രയാണ്? 10 ആണ്. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. എന്താണ് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ പി ക്യു ആർ. ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെരിമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓരോ ടാൻജൻസ് ആയിട്ട് എഴുതാം. എനിക്ക് കാരണം ഫുൾ സൈഡ്സ് എനിക്ക് അറിയില്ല. ഇപ്പോൾ പി ക്യു അറിയാം 10 ആണ്, പക്ഷെ എനിക്ക് ക്യു ആർ എത്രയെന്ന് അറിയില്ല, അതേപോലെ പി ആർ എത്രയെന്ന് അറിയില്ല. പക്ഷെ ഓരോ ടാൻജൻസിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ട്. അപ്പോൾ 3 സൈഡ്സ് എന്ന് പറയുന്നത് 6 ടാൻജൻസ് അല്ലേ. അപ്പോൾ ടാൻജൻസ് എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്യാനേ. അല്ലെങ്കിൽ ഞാൻ എനിക്ക് സൈഡ് വെച്ചിട്ട് കാണിച്ചു തരാം, നോക്കിക്കോട്ടോ. പി ക്യു പ്ലസ് ക്യു ആർ പ്ലസ് പി ആർ, ഈ 3 സൈഡ്സ് കൂട്ടിയാലേ പെരിമീറ്റർ കിട്ടുന്നത് അല്ലേ. ഇനി ഞാൻ പി ക്യു ഒരു കുഴപ്പമില്ല, നമുക്കറിയാം 10 ആണ്, ഞാൻ 10 ഇട്ടു. ക്യു ആർ അറിയൂ? അറിയില്ല. അപ്പോൾ ക്യു ആറിന് ഞാൻ ക്യൂ ബി പ്ലസ് ബി ആർ എന്ന് എഴുതിക്കോട്ടെ. ക്യൂ ബിയും ബി ആറും കൂടി കൂട്ടിയാൽ ക്യു ആർ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതേപോലെ പി ആറും എനിക്ക് എത്രയെന്ന് അറിയില്ല, ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് പി സി പ്ലസ് സി ആർ എന്നോ ആർ സി എന്നോ എഴുതാം. ഓക്കെ അല്ലേ? ഇനി 10 പ്ലസ് ക്യൂ ബി എനിക്കറിയില്ല, നമുക്ക് ക്യൂ ബി മാത്രമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല, ക്യൂ ബിയും പി സിയെ നമുക്കറിയുള്ളൂ. ബി ആർ അത് ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണ്? 4 ആണ്. ഇനി പി സി അറിയില്ല, സി ആർ അല്ലെങ്കിൽ ആർ സി അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അതും എന്താണ്? 4 ആണ്. അപ്പോൾ അത് എഴുതി. ഇപ്പോൾ 2 സൈഡ്സേ അല്ലെങ്കിൽ 2 ടാൻജൻസ് അറിയാത്തുള്ളൂ, ബാക്കി എല്ലാം അറിയാം. ഈ 10ഉം 4ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10 + 4 14 + 4 18 കിട്ടും. അപ്പോൾ 18 പ്ലസ് ക്യൂ ബി പ്ലസ് പി സി എന്നായി അല്ലേ. 18 പ്ലസ് ഇനിയാണ് ട്വിസ്റ്റ്, ക്യൂബിയും പി സിയും ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്യൂബിയും പി സിയും സെപ്പറേറ്റ് അറിയില്ല എന്നുള്ളൂ, നമുക്ക് സെപ്പറേറ്റ് വേണ്ട, നമുക്ക് കൂട്ടിയ ആൻസർ ആയാലും മതി. രണ്ടും കൂടി കൂട്ടിയ എത്രയാണ്? 10 ആണ്. അപ്പോൾ ഞാനിവിടെ 10 എഴുതി. സോ 18 + 10 ആൻസർ ഇസ് 28. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടൂല. നമ്മൾ കുറച്ചും കൂടി ലോജിക്കലി എന്ത് ചെയ്യണം? തിങ്ക് ചെയ്യണം. അതേപോലെ തിയറംസ് നല്ല വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ എക്സാമിന് നമുക്ക് ഓർമ്മ വരുള്ളൂ. എക്സാമിന് ഏത് തിയറം യൂസ് ചെയ്യണം എന്നൊന്നും ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. നമ്മളെ ഓർമ്മയിൽ നിന്ന് നമ്മളെടുത്തിട്ട് ഈ തിയറം ഇവിടെ ആപ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സാർ ഓൾറെഡി പറഞ്ഞത് തിയറത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക ഇൻ ദ സെൻസ് അത് ബൈ ഹാർട്ട് പഠിക്കാനല്ല, അത് മനസ്സിലാക്കുക ഓരോ തിയറം എന്താണ് പറഞ്ഞിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ഓ, ഇവിടെയും ഫിഗർ തന്നിട്ടുണ്ട്. ഓ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, സർക്കിളിൻ്റെ സെൻറ്റർ ആണ് ഓ. പി ക്യു ഇസ് ദ ടാൻജൻറ്റ് അറ്റ് ദ പോയിന്റ് ബി. ദ ബിയിൽ പി ക്യു എന്ന് പറഞ്ഞ ടാൻജൻറ്റ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ,
ആൻഡ് ആംഗിൾ എ ബി പി ഇസ് ഈക്വൽ ടു 70. മാർക്ക് ചെയ്തിട്ടില്ല, അപ്പം നമ്മൾ മാർക്ക് ചെയ്യണം എ ബി പി. എ ബി പി എന്ന് പറഞ്ഞ ആംഗിൾ ഇത് ഈ ആംഗിളാണ്, ഈ ആംഗിളാണ് എ ബി പി. അത് എത്രയാണ്? 70 ആണ്. ഞാൻ 70 എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ ആംഗിൾ അല്ല, എ സി ഈസ് ഈക്വൽ ടു എ ബി സി. ഇപ്പം എ സിയും ബി സിയും സെയിം ആണെന്ന് പറഞ്ഞത്, ഇതേണ്ട് എ സി, ഇതേ ബി സി. അപ്പോൾ ഈ ട്രയാംഗിൾ ഐസോസിലസ് ആയി. ഐസോസിലസ് ആണെന്ന് അവർ പറഞ്ഞില്ല, എ സിയും ബി സിയും ഈക്വൽ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരേണ്ട എന്താ? ഓ, ട്രയാംഗിൾ എ ബി സി ഈസ് ആൻ ഐസോസിലസ് ട്രയാംഗിൾ. ക്ലിയർ അല്ലേ? ഇതാണ് അവർ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഇനി അവർ നമ്മളോട് എന്താ ചോദിച്ചേക്കണമെന്ന് നോക്കാം. വാട്ട് ഈസ് ആംഗിൾ എ ബി ക്യു? എ ബി ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി ക്യു, ദേ ഇപ്പുറം കിടക്കുന്ന ഈ ആംഗിൾ കണ്ടാ, ഈ ആംഗിൾ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നോക്കിയേ, പി ബി ക്യു ഒരു ലൈനല്ലേ, ആ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ വേറെ വരച്ച് കാണിക്കാം. കണ്ടാ, ഇതിങ്ങനെ കട്ട് വന്നിരിക്കുന്നത്. ഈ ആംഗിളാണ് 70. ഈ ആംഗിളാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? കണ്ടുപിടിക്കാൻ പറയുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്? ലീനിയർ പെയർ ആണ്. സോ ആംഗിൾ എ ബി ക്യു ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ എ ബി പി. റീസൺ ലീനിയർ പെയർ. ഓക്കെ, 180 ഡിഗ്രി മൈനസ് എ ബി പി എത്രയാണ്? 70. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 110 ഡിഗ്രി. 110 ഡിഗ്രി കിട്ടും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മെഷർ ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി. എ ബി സിയിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. എ ബി സിയിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കും. അപ്പോൾ മൈൻഡിൽ വെക്കുക, എ ബി സി ഇസ് ഐസോസിലസ് ട്രയാംഗിൾ. ഇത് ഐസോസിലസ് ട്രയാംഗിൾ ആണ് മനസ്സിൽ വെക്കുക. എന്തുകൊണ്ട് ഐസോസിലസ് ആയി? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ എ സിയും ബി സിയും എന്താണ്? വേണേൽ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. എ സി ഇസ് ഈക്വൽ ടു ബി സി. രണ്ട് സൈഡ് ഈക്വൽ ആയപ്പോൾ ഐസോസിലസ് ആയി. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ആരും ഈക്വൽ ആയിരിക്കും? രണ്ട് ആംഗിൾസും കൂടി ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത് അവിടെ നിൽക്കട്ടെ. എ ബി സിയിലെ ഒരു ആംഗിളും നമുക്കറിയില്ല. ഞാൻ ഫിഗർ ഒന്ന് സൂം ചെയ്തിട്ട് നോക്കിക്കോട്ടാ. നമ്മൾ പഠിച്ചൊരു തിയറത്തിലേക്കാണ് സാർ വരാൻ കേട്ടോ മക്കളെ. ഇത് ഒരു ടാൻജൻ്റ് അല്ലേ, പി ക്യു. ഇതൊരു കോഡല്ലേ, എ ബി. കോഡും ടാൻജൻറ്റും കൂടി മേക്ക് ചെയ്തേക്കണ ആംഗിൾ അല്ലേ ഈ കാണുന്നത് അല്ലേ? നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്, ആംഗിൾ മെയ്ഡ് ബൈ കോഡ് ആൻഡ് ടാൻജൻറ്റ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു ദി കോഡ്. കോഡിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ സി ആണ്. അപ്പോൾ ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. ഓൾറെഡി ആ ആംഗിളാണ് നമ്മളിവിടെ, അതായത് എ ബി ക്യു ആണ് ആംഗിൾ മെയ്ഡ് ബൈ കോഡ് ആൻഡ് ടാൻജൻറ്റ്. അത് കണ്ടുപിടിച്ചിട്ടുണ്ട് 110. അപ്പോൾ ആംഗിൾ എ ബി ക്യു ഇസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് എഴുതാം, അല്ലെങ്കിൽ ആംഗിൾ എ സി ബി എന്ന് എഴുതാം. റീസൺ എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ കോഡ് ആൻഡ് ടാൻജൻറ്റ് is equal to angle opposite to the code. Angle opposite to the code. തിയറി വ്യക്തമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സി എന്ന് പറഞ്ഞ ആംഗിളും എത്ര തന്നെ കിട്ടും നമുക്ക്? 110 കിട്ടും. അപ്പോൾ ചോദിക്കും, സാറ് ഒരു ആംഗിളല്ലേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി രണ്ടെണ്ണം ഇല്ലേ? അതാണ് സാർ നേരത്തെ ഐസോസസ് ട്രയാംഗിൾസിനെ കുറിച്ചിട്ട് എടുത്തു പറഞ്ഞത്. ഐസോസസ് ട്രയാംഗിളിൽ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ 110 ഒഴിച്ച് വരുന്ന ബാക്കി രണ്ട് ആംഗിൾസ്, എൻ്റെ അവിടെയുള്ള ആംഗിളും ബീൻ്റെ അവിടെയുള്ള ആംഗിളും എന്താണ്? സെയിം ആണ്. അപ്പോൾ 180 110 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഹാഫ് ആക്കിയിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. അത് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? വേണമെങ്കിൽ എഴുതാം. സാർ ഈ സൈഡിലേക്ക് അത് എഴുതാണ്, ആംഗിൾ സി എ ബി ഈക്വൽ ടു, ഒരുമിച്ചാണ് കണ്ടുപിടിക്കുന്നത്, ആംഗിൾ സി ബി എ. സി എ ബി ആണ് എൻ്റെ അവിടെ ഉള്ളത്, സി ബി എ ആണ് ബീൻ്റെ അവിടെ ഉള്ളത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു എങ്ങനെ? 180 മൈനസ് 110 ആയിരുന്നു നമ്മൾ സി ബൈ 2. രണ്ടുപേർക്കും കൂടി ഹാഫ് ആക്കി കൊടുത്തു. അപ്പോൾ എത്ര കിട്ടും? 180 മൈനസ് 110 ചെയ്താൽ 70. 70 ബൈ 2 എത്ര കിട്ടും നമുക്ക്? 35. അപ്പോൾ ഈ ഓരോ ആംഗിളും, ആംഗിൾ സി എ ബി എത്രയാണ്? 35. ആംഗിൾ സി ബി എ എത്രയാണ്? 35. ഇൻ ആംഗിൾ എ സി ബി, അതായത് നമ്മൾ വലിയ ആംഗിൾ, അത് എത്രയാണ്?
110. ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. ക്ലിയർ അല്ലേ? സാർ ഇവിടെ എല്ലാം നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ആൻസേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഫിഗർ നമുക്ക് തന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഗർ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ വായിക്കാൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഇൻ ദ ഫിഗർ എ പി എ ക്യു ബി സി ആർ ടാൻജൻസ്. ഫസ്റ്റ് ആണ് നോട്ട് ചെയ്യേണ്ട കാര്യം. ദേ എ പി നമുക്ക് ഇവിടെ കാണാം. എ പി ഇതാണ് എ പി, കണ്ടില്ലേ? ഇനി എ പി ഇതാണ്. ഓക്കെ, അടുത്തത് ബി സി. ബി സി തന്നിട്ട് ഈ കാണുന്നതാണ് ബി സി, കണ്ട. അടുത്തത് എ ക്യൂ എന്ന് തന്നിട്ടുണ്ട്, ഈ കാണുന്നതാണ് എ ക്യൂ. 3 ടാൻജൻസ് ആണ് നമുക്ക് എന്ത് ചെയ്തേക്കണം ഇവിടെ പറഞ്ഞേക്കണം കേട്ടോ. 3 ടാൻജൻസ് നമ്മൾ കണ്ടു. ഇനി അടുത്ത എന്താണ്? ബി പി ഇസ് ഈക്വൽ ടു 10. ബി പി എന്ന് പറയുമ്പോൾ ഇതല്ലേ, ഇത്ര ചെറിയൊരു പോർഷൻ, അത് എത്രയാണ്? 10 ആണ് തന്നിട്ടുണ്ട്. ഇനി സി ക്യു എത്രയാണ് നടക്കുന്നത്? സി ക്യു 7 ആണ് തന്നിട്ടുണ്ട്. അതാണ് സി ക്യു, അത് എത്രയാണ്? 7 ആണ്. സാർ റെഡ് കളറിൽ മാർക്ക് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബി പി അല്ലെങ്കിൽ പി ബി എത്രയാണ്? 10ഉം സി ക്യു എത്രയാണ്? 7. ആ ചെറിയ പോർഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ലെങ്ത് ഓഫ് ബി സി. ഇതിലേതാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഇതിലേതാണ് ബി സി എന്നാണ് ചോദിച്ചേക്കണം കേട്ടോ. ബി സി എന്നുള്ളത് ടാൻജൻ്റ് ആണ്, നിങ്ങൾക്ക് കാണാം അല്ലേ? നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഈ സാധനമാണ് എന്ത്? ബി സി. അപ്പം ബി സി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബി സിയുടെ അളവ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. നേരത്തെ പഠിച്ച അതേ തിയറം. ദേ ബീൻ്റെ അവിടെ നിന്ന് കണ്ടാ, ഈ ബീൻ്റെ അവിടെ നിന്ന് വന്നൊക്കെ 2 ടാൻജൻ്റ് അല്ലേ? ബി പിയും ഈ ടാൻജൻറ്റും. സാർ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ ഡി എന്ന് മാർക്ക് ചെയ്യാനാണ്. ബി ഡിയും ബി പിയും അല്ലേ? ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് 2 ടാൻജന്റ് അല്ലേ? ഇപ്പൊ ബി പി 10 ആണെങ്കിൽ ബി ഡിയും എത്രയായിരിക്കും? 10 ആയിരിക്കും. അതേപോലെ തന്നെ ക്യൂ സിയും സി ഡിയും സി എന്ന് പറഞ്ഞ 2 ടാൻജന്റ് അല്ലേ? അവർ സെയിം ആണ്. അപ്പൊ ഇവന് എത്രയായിരിക്കും? 7 ആയിരിക്കും. അപ്പൊ ബി സി 10 + 7 ആണ്. അത് എത്രയാണ്? 17. ഓപ്ഷൻസിൽ ഉണ്ടാന്ന് നോക്കി, ഇതിൻ്റെ ഓപ്ഷൻ നമ്പർ 2 17 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ അതേ കാര്യം. രണ്ടാം സബ് ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ തന്നിരിക്കുന്നത് 70 ആണ്. ഓക്കെ, നമുക്ക് ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സിയെ കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ്? എ ബി ഉണ്ട്, പിന്നെ ബി സി ഉണ്ട്, പിന്നെ ഓൾറെഡി എ സി ഉണ്ട്. ഇതിൽ ബി സി കണ്ടുപിടിക്കേണ്ട, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 17 ആണ്. അപ്പോൾ എ ബിയും എ സിയും എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി ഒരുമിച്ചുള്ള പറ്റില്ല, രണ്ടും സെപ്പറേറ്റ് എത്ര വേണം എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. അപ്പോൾ പെരിമീറ്റർ 70. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ എഴുതി എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണ് പെരിമീറ്റർ 70 അല്ലേ? ഇതിൽ ഞാൻ എ ബിനെ അങ്ങനെ നിർത്തി, എ സിനെ അങ്ങനെ നിർത്തി. ഈ ബി സിനെ കണ്ട, ബി സിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട്, ഈ ബി സി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അറിയാം, പി ബിയും ക്യൂ സിയും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ബി സി. ബി സിക്ക് പകരം ഞാൻ എന്തെന്ന് എഴുതി? പി ബി പ്ലസ് ക്യൂ സി എന്ന് എഴുതി ഇടയിലേക്ക്. ഓക്കെ, ഇനി എ ബിയും അതേപോലെ തന്നെ പി ബിയും കൂടി നിങ്ങളൊന്ന് ഫിഗറിൽ ആഡ് ചെയ്ത് നോക്ക്. ദേ എ ബി ഈ പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, പി ബിയും കൂടി ഞാൻ പച്ച കളറിൽ മാർക്ക് ചെയ്തു. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് മൊത്തം പി എ കിട്ടൂലേ? അപ്പം ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? പി എ. അതേപോലെ ക്യൂ സിയും എ സിയും കണ്ട, ക്യൂ സി ഓൾറെഡി പച്ച കളറിലുണ്ട്, സോറി എ സി ഓൾറെഡി പച്ച കളറിലുണ്ട്. ക്യൂ സിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുൾ ലൈൻ എ ക്യൂ ആയില്ലേ? അപ്പോൾ അവിടെ എനിക്ക് എന്തെന്ന് എഴുതാം? എ ക്യൂ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു എത്രയാണ്? 70. അപ്പോൾ പി എയും എ ക്യൂയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 70. ഇനി ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പി എ ഇസ് ഈക്വൽ ടു എ ക്യൂ. പി എയും എ ക്യൂയും എന്താണ്? സെയിം ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാം, എ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നാണ് എ എന്ന് പറയുന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരക്കുന്ന 2 ടാൻജൻസ് ആണ് എന്ത്? പി എയും ക്യൂ എയും. അപ്പോൾ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരുന്ന 2 ടാൻജൻസ് എന്താണ്? ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ 2-3 തവണ ഡിസ്കസ് ചെയ്ത അതേ കാര്യം, എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരക്കുന്ന ടാൻജൻസ് അല്ലേ? ടാൻജൻസ് ആർ ഈക്വൽ. സോ
രണ്ടുപേരും കൂട്ടിയാൽ 70 ആണ്. രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ 70യുടെ പകുതി ആയിരിക്കും രണ്ടുപേരും. PA എത്രയാണ്? 35. QAയും എത്രയാണ്? 35. ക്ലിയർ അല്ലേ? ഇനി വീണ്ടും നമ്മൾ ഫിഗറിലേക്ക് വരാം. PA മൊത്തത്തിലാണ് 35. നമുക്ക് വേണ്ടത് AB ആണ്. അപ്പൊ ഈ PAന്ന് ഈ PB കുറച്ച് കഴിഞ്ഞാൽ AB കിട്ടുമല്ലോ. ഈസി ആയിട്ട് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. PA എന്ന് പറഞ്ഞാൽ ഫുൾ ലൈൻ. അതിൽ നിന്നും നമുക്ക് എന്ത് കുറക്കാം? PB കുറക്കാം. അപ്പൊ എന്ത് കിട്ടും? AB കിട്ടും. സാറ് വേണമെങ്കിൽ ഇതൊക്കെ മായ്ച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി അത് വേറെ വരച്ച് കാണിച്ചു തരാം. നോക്കിയേ, PA എന്ന് പറയുന്നത് ഈ ഫുള്ള് നീല. ഇനി PB എന്ന് പറയുന്നത് ഈ പച്ച, കണ്ട? അപ്പൊ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതല്ലേ AB, ഈ മഞ്ഞ. ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ അതേ കാര്യം നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റെപ്പാക്കി എഴുതാം. AB ഇസ് ഈക്വൽ ടു PA മൈനസ് PB. PA എത്രയാണ്? 35. PB എത്രയാണ്? 10. മൈനസ് ചെയ്താൽ AB നമുക്ക് എന്ത് കിട്ടും? 25 കിട്ടും. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ സെയിം പാറ്റേണിൽ QAന്ന് QC കുറച്ച് കഴിഞ്ഞാൽ AC കിട്ടൂലേ? നിങ്ങൾക്കൂടെ ഫിഗർ നോക്കി കാണാം. QA ഇത് ഫുള്ള്, QC 7, ഈ ഫുള്ളിന്ന് ഈ 7 കുറച്ചാൽ ബാക്കി കിട്ടുന്നതല്ലേ AC. ഇപ്പൊ QA എത്രയാണ്? അതും 35 മൈനസ് QC എത്രയാണ്? 7 ഇസ് ഈക്വൽ ടു AC. 35 മൈനസ് 7 നമുക്ക് എത്ര കിട്ടും? 28 ഇസ് ഈക്വൽ ടു AC. അപ്പൊ AC എത്രയാണ്? 28. 3 സൈഡ് നമുക്ക് കിട്ടി. AB എത്രയാണ്? 25ഉം AC എത്രയാണ്? 28ഉം. ഓൾറെഡി BC നമ്മൾ 70 ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് ഫിഗർ എന്ത് ചെയ്യാൻ നോക്കാം. ഇൻ ദ ഫിഗർ PQ, QR ആൻഡ് PR ആർ ടാൻജൻസ് ടു ദ സർക്കിൾ. 3 ടാൻജൻസ് നിങ്ങൾക്ക് കാണാം. വലിയ ട്രയാങ്കിളുടെ സൈഡ്സ് ആണ് ടാൻജൻസ് ആയിട്ട് വരച്ചത്. ഇതാണ് ടാൻജൻസ്. ഈ 3 പേരാണ് ടാൻജൻസ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി ആംഗിൾ RAC 65 ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ RAC കണ്ട 65 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ PAB 55 അതും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് തൊട്ടിപ്പുറം. PAB എത്രയാണ്? 55. ഓക്കെ. വാട്ട് ഈസ് ആംഗിൾ BAC? BAC എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. BAC എവിടെ? BAC അതായത് ഇവരുടെ ഇടയിലുള്ള ആംഗിൾ. കൃത്യമായിട്ട് ഇവരുടെ ഇടയിലുള്ള ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 180 കിട്ടുന്നത്. കാരണം ലീനിയർ പെയർ പോലെയല്ല വന്നിക്കണത് ഇവിടെ. ഓക്കെ. ആ 3ാമത്തെ ആംഗിളിൻ്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആംഗിൾ BAC എന്താണ്? 180 മൈനസ് തന്നൊക്കെ 2 ആംഗിൾ കൂട്ടിയിട്ട് കുറച്ചാൽ മതി. കൂട്ടിയിട്ട് വേണം കേട്ടോ കുറക്കാൻ. 65 പ്ലസ് 55. അപ്പോൾ 180 മൈനസ് 65 55 കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 120 കിട്ടും. സോ 180 മൈനസ് 120 എത്രയാണ്? 60. 3ാമത്തെ ആംഗിൾ 60 ഈ ഓപ്ഷനിലുണ്ട്. തേർഡ് ഓപ്ഷൻ. ക്ലിയർ അല്ലേ? അത് 60 ഡിഗ്രി കിട്ടി. ഇനി 2ാം സബ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആംഗിൾ ABP? ABP ഈ ആംഗിളാണ് ABP. കൂടെ കാണാം ABP കണ്ടാ. ഈ ആംഗിളാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ABP കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ വീണ്ടും റിപ്പീറ്റേഷൻ പറഞ്ഞു. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. P എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരക്കുന്ന ടാൻജൻ്റ് ആണ് PA. P എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരക്കുന്ന ടാൻജൻ്റ് ആണ് PB. അപ്പോൾ ഈ 2 ടാൻജൻസും എന്താണ്? സെയിം ആണ്. അപ്പോൾ സാറേ ഈ ടാൻജൻസ് സെയിം ആയതുകൊണ്ട് ആംഗിൾസിന് എന്ത് കണക്ഷൻ എന്ന് ചോദിക്കും. ടാൻജൻസ് സെയിം ആയിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഐസോസിസ് ട്രയാങ്കിൾ ആയില്ലേ. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കൂലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് 55 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റും എന്തായിരിക്കും? 55 ആയിരിക്കും. സോ ആംഗിൾ ABP ഇസ് ഈക്വൽ ടു 55 ഡിഗ്രി. മനസ്സിലായ? ക്ലിയർ അല്ലേ? ഒരുപാട് തവണയായി നമ്മൾ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നടക്കുന്ന 2 ടാൻജൻസ് ഈക്വൽ ആണ്. അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ഓൾ 3 ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ PQR. PQR എന്ന് പറയുമ്പോൾ വലിയ ട്രയാങ്കിൾ. അതിൻ്റെ 3 ആംഗിൾസും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഇനി ആദ്യം നമുക്ക് P എന്ന് തന്നെ തുടങ്ങാം. കാരണം
ഈ പി വരുന്ന ചെറിയ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഓൾറെഡി ഉണ്ട്. എന്താണ്? 55, 55. അപ്പോൾ ഈസി ആയിട്ട് തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാം. ആംഗിൾ പി ഈസ് ഈക്വൽ ടു 180 മൈനസ് 55 പ്ലസ് 55 അല്ലേ? ഈ രണ്ട് ആംഗിൾസ് തന്നിക്കുന്നുണ്ട്. അപ്പോൾ 180 മൈനസ് 55 പ്ലസ് 55 എത്രയാണ്? 110 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 180 മൈനസ് 110 ചെയ്താൽ 70 ഡിഗ്രി. ഇതേ പി കിട്ടി. എത്രയാണ്? 70 ഡിഗ്രി. ഇനി ഇവിടെ ഓൾറെഡി 65 തന്നിട്ടില്ലേ? സിമിലർലി കേട്ടാ, നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയ പോലെ തന്നെ ഇവിടെയും 65 വരൂലേ? ഇവിടെയും 65 വരൂലേ? റെഡിൽ എഴുതാം. 65 ഇവിടെയും വരൂലേ? കാരണം ഈ രണ്ട് ടാൻജൻസും സെയിം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ ആർ കണ്ടുപിടിക്കാമല്ലോ ഇതേപോലെ തന്നെ. അപ്പോൾ ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 180 മൈനസ് 65 പ്ലസ് 65. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 180 മൈനസ് 130. 180 മൈനസ് 130 എത്രയാണ്? 50 ഡിഗ്രി. അപ്പോൾ ആർ എത്ര കിട്ടി? 50 ഡിഗ്രി. ഇനി നിങ്ങൾ ട്രയാങ്കിളിൻ്റെ അകത്തേക്കൊന്നും പോകണ്ട. വലിയ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് കിട്ടി. പിയും കിട്ടി, ആറും കിട്ടി. ഇനി ക്യൂ കണ്ടുപിടിക്കാൻ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസിൻ്റെ സം ചെയ്താൽ പോരെ? ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? 180 മൈനസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ. റീസൺ എന്താണ്? സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഇസ് 180. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സാധനം. അപ്പോൾ 180 മൈനസ് ആംഗിൾ പി എത്രയാണ്? 70. ആർ എത്രയാണ്? 50. അപ്പോൾ 180 മൈനസ് 70 പ്ലസ് 50 നമുക്ക് എത്ര കിട്ടും? 120 അല്ലേ? സോ 180 മൈനസ് 120 നമുക്ക് ഇവിടെ എത്ര കിട്ടും? 60 ഡിഗ്രി. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ ക്യൂ എന്താണ്? 60 ഡിഗ്രി. മൂന്ന് ആംഗിൾസ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഫൈൻഡ് ഓൾ ത്രീ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. പി എത്രയാണ്? 70. ആർ എത്രയാണ്? 50. ക്യൂ എത്രയാണ്? 60. ക്ലിയർ അല്ലേ?